എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കൃപയിൽ പൊതിയണമേ, അവിടുത്തെ സമാധാനം നൽകണമേ, സ്വസ്ഥ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമുഖമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ പട്ടണ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് മറ്റന്നാൾ 36 വർഷം പൂർത്തീകരിക്കുകയാണ്. 37ലേക്ക് പ്രവേശിക്കുകയാണ്. 37 ഇയേഴ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 36ാമത്തെ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ ഞായറാഴ്ച. അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഇനി വിരമിക്കുവാൻ നിയമപ്രകാരം 195 ദിവസമേ ഉള്ളൂ. എന്നാൽ സഭ ആയുസ് നീട്ടി തന്നാൽ 3 മാസം കൂടെ ലഭിക്കുമെങ്കിൽ 295 ദിവസം കൂടെ ലഭിക്കും എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുന്നു. ധാരാളം പള്ളികളിൽ, ചെറുതും വലുതുമായ പള്ളികളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ധീരമായി നേരിടുവാനും പ്രശ്നങ്ങളുള്ള പള്ളികളിലൊക്കെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പോയി അതൊക്കെ പരിഹരിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു മുഖ്യാസനത്തിൽ പേരും പെരുമയും ലഭിക്കാൻ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊട്ടാരക്കര. അവിടെ ഒരിക്കലും ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ടോ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ ഒന്നും പ്രവർത്തിക്കാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല. വിജിലൻസും അഷറിങ്ങും വോളണ്ടിയേഴ്സും അങ്ങനെയുള്ള ശുശ്രൂഷകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രവർത്തിച്ച മേഖലകളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അത് വളരെ വലുതായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുണ്ട്, രക്തബന്ധങ്ങളെക്കാൾ ആത്മീയമായ ബന്ധം വളരെ വലുതാണ്. രക്തബന്ധങ്ങളിലുള്ളവർക്ക് നമ്മളോട് അസൂയ ഉണ്ടാകും, സ്വാർത്ഥത ഉണ്ടാകും, പകയുണ്ടാകും. എന്നാൽ ആത്മീയമായ ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അത് വിലയേറിയ സ്തംഭത്താണ് എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യം തിമോഥെയോസ് തിരുമേനി അച്ഛനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹവികാരിയായിട്ടാണ് പ്രവർത്തിപ്പാൻ സാധിച്ചത്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. സഭയുടെ ഏറ്റവും വലിയ പള്ളിയിലും ഏറ്റവും ചെറിയ പള്ളിയിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഉപദേശവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള പരിലാളനകളും പ്രചോദനവും മിനിസ്ട്രിയിൽ നിന്നും സഹായിച്ചിട്ടുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഉപദേശം എന്നും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മളോടല്ലെന്ന് വിചാരിച്ചോണം. ചിലതിന് മറുപടി പറയരുത്. ചില കാര്യങ്ങൾക്ക് മാത്രം ആലോചിച്ച് മറുപടി പറയണം. അത് ജീവിതത്തിൽ എന്നും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഇളമ്പൽ പള്ളിയിലും വന്ന അവസാന സമയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷ ചെയ്ത മേഖലകളിലൊക്കെ 2-3 പള്ളികളുടെ ചാർജ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 25ഓളം പള്ളികളിൽ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചത് ഈ സമയത്ത് ഓർക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ സർവീസ് ചെയ്തപ്പോൾ ആദ്യം പട്ടം കിട്ടിയ പള്ളിയാണ്. പേരൊന്നും പറയുന്നില്ല, ലൈവ് ഉള്ളതുകൊണ്ട് അവരത് കേട്ട് വൈകിട്ട് വിളിക്കും തന്നെ. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. രാവിലെ കാപ്പായും പെട്ടിയൊക്കെ തൂക്കി ആ പള്ളിയുടെ മുമ്പിൽ 8 മണിയായപ്പോഴേ ചെന്നു. 8:30ക്കാണ് സർവീസ്. 8 മണിയായപ്പോൾ ചെന്നു. ആരും വന്നിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ
അവിടുത്തെ സെക്രട്ടറി വന്നു, പള്ളി തുറന്നു. അപ്പം ഞാൻ സെക്രട്ടറിയോട് ഇച്ചിരി ചൂടായി, സമയത്ത് തുറക്കാൻ ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം മരിച്ചും പോയി, ഇപ്പോൾ ഇല്ല. അപ്പോഴവിടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട്, തീപ്പെട്ടിയില്ല ധൂപക്കുറ്റി കത്തിക്കുവാൻ. ഞാൻ പറഞ്ഞു, ഈ പരിസരത്തുള്ള കടകളിലെങ്ങും ഇല്ലയോ? കടകളെല്ലാം ഓർത്തഡോക്സ് ഓർത്തമക്കാരുടെ കടകളാണ്, കടയെല്ലാം അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരാളിങ്ങനെ പതുക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മടിയിലൊരു തീപ്പെട്ടി ഇരിപ്പുണ്ട്, വീട് കത്തിക്കാനുള്ള തീപ്പെട്ടിയാണ്. ഞാൻ പറഞ്ഞെന്ന് പറയരുത്, കാരണം അദ്ദേഹത്തിൻ്റെ ദുശീലം ഞാൻ കണ്ടുപിടിച്ചെന്നുള്ളത് വന്ന് എനിക്ക് ഇനി ഒരു 2 വർഷം കൂടെ നിൽക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഇയാൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം മടിയിൽ നിന്ന് തീപ്പെട്ടി എടുത്തു തരും. യേശുക്രിസ്തുവിന് പെസഹ ഒരുക്കുവാൻ എവിടെ ഒരുക്കണമെന്ന് പറയുമ്പോൾ ഇന്നടത്ത് ഇന്നത് കാണുമെന്ന് പറഞ്ഞതുപോലെ അതുപോലെ അദ്ദേഹം ചെയ്തു. അപ്പം മടിയിലിരുന്ന് തീപ്പെട്ടി കൊടുത്തു. എനിക്ക് ഉള്ളിൽ ചിരി വന്നു. അന്ന് ധൂപക്കുറ്റി കത്തിച്ചത് ആ തീപ്പെട്ടി കൊണ്ടാണ്. അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല, അന്വേഷിച്ചിട്ടില്ല. ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം വീട്ടിൽ ചെന്ന് പറഞ്ഞു, എത്രയോ പ്രമാണിമാർ പള്ളിയിലുണ്ടായിരുന്നു, അവർക്ക് ആർക്കെങ്കിലും ഈ ധൂപക്കുറ്റി കത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയോ? എൻ്റെ മടിയിലിരുന്ന തീപ്പെട്ടി കൊണ്ടാണ് ഈ ധൂപക്കുറ്റി കത്തിച്ചത്. അദ്ദേഹം അവിടെ പോയി ക്രെഡിറ്റൊക്കെ അടിച്ച് പ്രാർത്ഥന കൂട്ടത്തിലൊക്കെ പോയി പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ ഒരു വലിയ VIP ആയിട്ട് മാറി. വല്ലപ്പോഴും പള്ളിയിൽ വരുന്ന ആള് പിന്നെ എന്നും വരവ് തുടങ്ങി. എന്താ കാര്യം? ഒരു ദുശീലങ്ങളെ ദൈവം എന്തായിട്ട് ഉപയോഗിച്ചു? ഒരു അനുഗ്രഹമായി ഉപയോഗിച്ചു. അപ്പം ഞാൻ ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് തരണമെന്ന് തോന്നി. 2 പൂങ്കൽ വെട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ആരോ ഗിഫ്റ്റ് കൊടുത്ത് 2 പാൻറ് തുണിയും കൊണ്ടുവന്നു. അത് ഞാൻ ഇവിടെ നാട്ടിൽ മധ്യ തിരുവിതാംകൂറിൽ ഒരു പള്ളി വന്നപ്പോൾ എല്ലാവർക്കും പഴിപ്പിച്ച് എന്നെ കാണാൻ വന്നവർ കുടിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എന്ത് തരണം? എനിക്കൊന്നും തരാനില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു താങ്ക്സ് പ്രെയർ മാത്രം, താങ്ക്സ് ഗിവിങ് പ്രെയർ മാത്രമായിരുന്നു. ഞാനൊരു ഫോട്ടോ, മൂത്ത കൊച്ചും ഉണ്ടായിട്ടേ ഉള്ളൂ, അപ്പോൾ ആ കൊച്ചിൻ്റെയും ഞങ്ങളുടെ 2 പേരെയും കൂടെ ഒരു പടം, ഫാമിലി ഫോട്ടോ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എനിക്ക് തിരിച്ചെഴുതി, ഞാനൊരു വലിയ നിധിയായി ഇത് സൂക്ഷിക്കുകയാണ്, ഞാൻ എന്നും അച്ഛനെ ഓർക്കും. ഞാൻ അദ്ദേഹത്തിനൊന്നും കൊടുത്തില്ല, അദ്ദേഹത്തിൽ നിന്നൊന്നും സ്വീകരിച്ചതുമില്ല. ദൈവം പക്ഷേ എന്താണ് അദ്ദേഹത്തെ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് നയിച്ചു എന്നുള്ളത് ഓർക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ദുശീലങ്ങളും ചെറുതും വലുതുമായ കാര്യങ്ങളെയും ദൈവം എത്രമാത്രം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടുണ്ട്. എവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യമാണ്. ലാസറും ധനവാനും തമ്മിലുള്ള ഒരു വലിയ ബന്ധമാണ്. ആ ബന്ധം പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല. മരണാനന്തരമാണ് ഈ ലാസർ ആരാണെന്ന് ധനവാന് മനസ്സിലായത് എന്നുള്ളത് നമുക്കറിയാം. ജീവിതം, മരണം, മരണാനന്തരം മുതലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ധനം മാത്രം ലക്ഷ്യമാക്കിയ ധനവാൻ, ഭൗതികമായ ആഡംബരങ്ങളിൽ ജീവിച്ചതായിട്ടുള്ള ധനവാൻ, ലാസറിനെ മനസ്സിലാക്കിയത് മരണശേഷമാണ് എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് നന്മകളെ പങ്കിടുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഞായറാഴ്ചയാണ് ഇന്ന്. ദശാംശ ഞായറാഴ്ചയാണിത്. ഇന്ന് നമ്മുടെ ആരാധനയിൽ, എല്ലാ ആരാധനയിലും ദശാംശം സമർപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇന്ന് അവസാനത്തെ സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് ദശാംശം സമർപ്പിക്കുന്ന സമയമാണ്. എന്താണ് ദശാംശം? നമ്മുടെ സമയം, പണം, കഴിവ് എന്നിവയിൽ ദശാംശം നമുക്ക് സമർപ്പിക്കാം. അഭിനന്ദാതിമത്യോസ് തിരുമേനി നമ്മുടെ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു, ആയുസ്സിൻ്റെ ദശാംശം ദൈവത്തിന്. പണം മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ 1 മാസം ജോലി വന്നിരത്തിൽ ഫ്രീ ആയിട്ട് സേവനം ചെയ്യുക, അല്ലെങ്കിൽ സ്മൃതിയിൽ 1 മാസം സേവനം ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫ്രീ ആയിട്ട് സേവനം ചെയ്യുക. ആയുസ്സിൻ്റെ ദശാംശം ദൈവത്തിന് വേണ്ടിയാണ്. ഇനി അഥവാ ജോലി കിട്ടിക്കഴിഞ്ഞും കുറച്ച് നാൾ ഫ്രീ ആയിട്ട് നമുക്ക് സേവനം ചെയ്യാം. ഒറ്റാനത്ത് ആശുപത്രിയിൽ, അല്ലെങ്കിൽ കുമ്പനാട് ഹോസ്പിറ്റലിൽ, അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് സേവനം ചെയ്യാം. നമ്മുടെ സമയം, കഴിവ്, പണം
ഇവയിൽ നമ്മൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണ്. ഇത് നമുക്കൊരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം. നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, അനേക അപകടങ്ങൾ മുഖാന്തരം അനേകം ആളുകൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഉന്നതമായ പഠനമുള്ള ആളുകൾ, അത് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി അപകടങ്ങളിൽ മരണപ്പെടുന്ന കാഴ്ചയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൻ്റെ സമയം നമുക്ക് നമ്മുടെ സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഫ്രീ ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്ത് അതൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി നമുക്ക് ഉപയോഗിക്കാം. എല്ലാത്തിനും പണം വേണം, ധനം വേണം, സാമ്പത്തികം വേണം എന്നുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവം തരുന്ന ആയുസ്സിൻ്റെ അവസരങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. ഇന്ന് വായിച്ചതായിട്ടുള്ള തിരുവചനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9 മുതൽ 9 വരെയുള്ള വാക്യമാണ്. 9 മുതൽ 9 വരെയുള്ള വാക്യമാണെന്ന് പ്രസംഗത്തിന് ആധാരമായി വായിച്ചത്. നമ്മൾ ദാനം ചെയ്യണം, അത് ഒരുക്കത്തോടെ ആയിരിക്കണം, ഒരുക്കത്തോടെ ദാനം ചെയ്യണമെന്നാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. നമ്മുടെ സഭയുടെ നിലനിൽപ്പും നമ്മുടെ ദേവാലയത്തിൻ്റെ നിലനിൽപ്പും ദാനം നൽകുന്നതിലൂടെയാണ്. നമ്മുടെ പള്ളി 50 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്ന് ഓർക്കണം. 100 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, 150 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, അതിനേക്കാൾ ഉപരി 161 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളി എന്തായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഭാവനയിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം എന്നാൽ 50 വർഷത്തെ പരിചയം നമുക്കുണ്ട്, 75 വർഷത്തെ പരിചയവും നമുക്കുണ്ട്. അന്നുണ്ടായിരുന്ന സുഖസൗകര്യങ്ങളോ ഇന്നുണ്ടായിരുന്ന സുഖസൗകര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് സുഖസൗകര്യങ്ങളായി അവർക്ക് ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. തറയിലിരുന്ന് ആരാധിച്ചു, ഒരു നല്ല ലൈറ്റ് വെട്ടം കിട്ടുവാൻ അവരാഗ്രഹിച്ചു, മൈക്കിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവരാഗ്രഹിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ ഉയർത്തി. അതോടൊപ്പം തന്നെ ആധുനികമായ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഡിജിറ്റൽ യുഗത്തിലാണ്. ഇന്നത്തെ ടെക്നോളജി വളരെ വലുതാണ്. ആധുനികമായ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണം പരമായ കാര്യങ്ങൾ ഇന്ന് നാരങ്ങ കുടിച്ചാലും പിള്ളേർ സ്കാൻ ചെയ്ത് പൈസ അയക്കുന്ന നമുക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച സുഖസൗകര്യങ്ങളിൽ നിന്നും ഇന്ന് മാറി ഇന്ന് എത്രയോ ഉയർന്ന സുഖസൗകര്യങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു, ഇല്ലായ്മയിൽ നിന്ന് പ്രാർത്ഥനയോടെ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുക്കത്തോടെ കൊടുക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഒരുക്കത്തോടെ കൊടുത്ത, പ്രാർത്ഥനയോടെ കൊടുത്ത ആളുകളുടെ തലമുറ എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതിൻ്റെ തെളിവാണ് ഈ എളമ്പ പള്ളിയിൽ ആരാധനയ്ക്കുന്ന ചിലരെങ്കിലും എന്നുള്ളത് ഓർക്കണം. ചിലരൊക്കെ പറയും, ഞാൻ സ്വർണ്ണക്കരണ്ടിയും കൊണ്ടാണ് ജനിച്ചതെന്ന് പറയും. പണ്ട് പഴകഞ്ഞു കുടിച്ച് വളർന്നവർ ഇപ്പോൾ പറയും സ്വർണ്ണക്കരണ്ടിയും കൊണ്ടാണ് അന്നുണ്ടായപ്പോഴേ ജനിച്ചത് എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. ഒരു ഭവനത്തിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല. പല സാഹചര്യങ്ങൾ, പരിമിതമായ സാഹചര്യങ്ങളിലാണ് വളർന്നു വന്നതെന്ന് ഓർക്കണം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ ഒരുക്കത്തോടെ കൊടുക്കുകയും ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം അനുഗ്രഹം തന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഞാനിരുന്ന ഒരു പള്ളിയിൽ, അവിടെ ഒരു പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ ആദ്യ സമയത്ത് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ഉപദേശിയോ അച്ഛനോ വന്നാൽ ഒരു ഭവനത്തിലും കൊണ്ടുപോയി ഇച്ചിരി ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കില്ല. അന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്നു എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പോലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. ചോറുണ്ണാൻ പോകുന്നു എന്ന് ഈ അടുത്ത കാലത്താണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, പള്ളിയിൽ വരുന്ന ഉപദേശിമാരെയും അച്ഛന്മാരെയും ഭവനങ്ങളിൽ കൊണ്ടുപോയി അവിടെയുള്ള ചോറ് കൊടുക്കും, ഇച്ചിരി പപ്പടവും ചുട്ട് അല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തി അരച്ച് കൊടുക്കും. എന്നാൽ പിള്ളേർക്ക് ആ ഉള്ള ചോറിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കഞ്ഞി കൊടുക്കും. അങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ വളർന്ന മാർത്തോമാക്കാരുടെ തലമുറ, ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യരായിട്ടുള്ള ഭവനങ്ങളാണ് നോർക്കുകയാണ്. പരിമിതികളിൽ നമ്മുടെ പിതാക്കന്മാർ കൊടുക്കുകയും ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും പറയും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരുക്കത്തോടെ ദാനാർപ്പണം ചെയ്യുവാൻ ഇടവരണം, ഒരുക്കത്തോടെ കൊടുക്കുവാനായിട്ട് ഇടവരണമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് ഉദ്ബോധിപ്പിക്കുകയാണ്. രണ്ടാമത് എങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, അല്ലേ? പണ്ട് നമ്മുടെ ഈ സഭയിൽ നിന്ന് വരുന്ന കവറിൻ്റെ എല്ലാം താഴെ
സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:9 എഴുതി വെക്കാറുണ്ട് ആ വാക്യം. ഞാൻ ചെറുപ്പകാലത്ത് ഈ കവർ എടുത്ത് നോക്കുമ്പോൾ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് സാധിക്കണം. പിറുപിറുപ്പോടെ കൊടുക്കുവാൻ ഇടവരരുത്. പല ഭവനങ്ങളിലും ഭദ്രാസന പിരിവിനും മറ്റ് പല പിരിവുകൾക്കും ഞാൻ പോയിട്ടുണ്ട്. പല പള്ളികളിലും എനിക്കറിയാം 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളവും 50,000 മേളിൽ പെൻഷനും കിട്ടുന്ന ആളുകളെക്കാൾ എത്രയോ സന്തോഷം 1,600 രൂപയും 2,000 രൂപയും ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരു വിധവയും ഒരു പ്രായമുള്ള മാതാപിതാക്കളും അനുഭവിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. എന്തുകൊണ്ടാണ് 2 ലക്ഷക്കാരനും 1.5 ലക്ഷക്കാരനും 1 ലക്ഷക്കാരനും കിട്ടുന്നൊന്നും മുഴുക്കയില്ല? പിറുപിറുപ്പാണ്. എന്തോ ചോദിച്ചാലും ഇല്ല എന്നാണ് പറയുന്നത്. പിറുപിറുപ്പിൻ്റെ സമയമാണ്. എന്നാൽ 2,000 രൂപ മാത്രം ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരു വിധവ, 2,000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പ്രായമുള്ള മാതാപിതാക്കൾ അവർ സന്തോഷത്തോടെ പെരുമാറുന്നതും കൊടുക്കുന്നതും അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ ക്വാളിറ്റിയാണ് ദൈവം തൂക്കി നോക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും സ്തോത്രാഴ്ച അർപ്പിച്ചു. എല്ലാവരും സ്തോത്രാഴ്ച ഇട്ടോ? എല്ലാവരും സ്തോത്രാഴ്ച ഇട്ടു. 10 രൂപ ഇട്ടവർ കാണും, 20 രൂപ ഇട്ടവർ കാണും, 100 രൂപ ഇട്ടവരുണ്ട്, 500 രൂപ ഇട്ടവർ കാണും. പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ കൊടുപ്പും സന്തോഷത്തോടെ ആയിരിക്കണം. സ്തോത്രകാഴ്ച സഞ്ചിയിലിടുന്ന പണത്തിൻ്റെ വലിപ്പമല്ല, പിന്നെയോ നമ്മുടെ മനോഭാവമാണ് ദൈവം തൂക്കി നോക്കുന്നതെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. മാരാമൺ കൺവെൻഷൻ്റെ നോട്ടുകെട്ടുകൾ അവിടെ എണ്ണി ഇടാറുണ്ട്. വിധവമാരുടെ 5 രൂപയും 10 രൂപയും എത്രയോ വിലയുള്ളതാണ് എന്നുള്ളത് ഓർക്കണം. ഞാനിപ്പോൾ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രകാഴ്ച പാത്രത്തിലിടുന്ന പണത്തിൻ്റെ വലിപ്പമല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് ദൈവം തൂക്കി നോക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അബ്രഹാമിനെയും ലാസറിനെയും ധനവാനെയും കുറിച്ചുള്ള കഥകളൊക്കെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആ ഒരു വലിയ മനോഭാവമാണ്, ആ ചിന്തയാണ് കാണുന്നത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത്, ഒന്ന്, കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരുക്കത്തോടെ ആയിരിക്കണം. രണ്ടാമത്, എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. പിറുപിറുപ്പോടെ കൊടുക്കുവാൻ ഇടവരരുത്. കൊടുത്തു കഴിഞ്ഞിട്ട് ഒരിക്കലും പിറുപിറുക്കരുത്. അതുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ വിദേശത്ത് ഒരു പള്ളിയിൽ നിന്ന് ഒരച്ചായനെ നാട്ടിൽ കോഴഞ്ചേരിയിലേക്ക് വന്നപ്പം എന്നോട് ചോദിച്ചു, നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് പിരിവുകാർ വരും, LIC-കാർ വരും, ഇൻഷുറൻസുകാർ വരും, അമ്പലക്കാർ പിരിക്കാൻ വരും, ക്ഷേത്രക്കാർ, അതുപോലെ തന്നെ പള്ളിക്കാരെല്ലാം പിരിക്കാൻ വരും, ഓണത്തിന് പിരിക്കാൻ വരും, എല്ലാം വരും. അപ്പോൾ എന്തുവാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ആരോടും തർക്കിക്കാൻ പോകരുത്. കൊടുക്കുന്നത് തർക്കിക്കാതെ സന്തോഷത്തോടെ കൊടുക്കുവാൻ ഇടവരണം. തർക്കിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഷിലും കിട്ടും. അപ്പോൾ 100 രൂപ കൊടുക്കുന്നിടത്ത് 200 രൂപ നമ്മുടെ പോവുകയും ചെയ്യും, അവൻ്റെ മുഷിലും കിട്ടും. നമ്മുടെ വീടുകളിലൊക്കെ പിരിവിന് വരുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് തർക്കിക്കാറുണ്ട്. പണ്ട് കോളേജിൽ കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ല, 50 വർഷങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിച്ചു നിന്നപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞ് നമ്മൾ വരുന്ന ആളുകളെ വെറുപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 500 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വരുന്ന ഉദ്ദേശി 1000 രൂപ പിരിച്ചുകൊണ്ടും പോവും, നമ്മുടെ മാനം പോവുകയും ചെയ്യും എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഒന്നും തർക്കിക്കാതെ സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, ഒരുക്കത്തോടെ ദാനാർപ്പണം ചെയ്യണം. 2, സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3, ദൈവത്തിന് മഹത്വം കരയറ്റുവാനുള്ള കാരണമായിരിക്കണം കൊടുക്കൽ. ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ദാനധർമ്മമായിട്ട് മാറണം. കൊരിന്ത്യ സഭയോട് പറയുന്നത്, സഭയുടെ പ്രയാസം മാറ്റിയത് കൂടാതെ അവരുടെ അനുസരണവും ഔദാര്യവും കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ ഔദാര്യം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവനാമം നമ്മിൽ മഹിമപ്പെടുവാനായിട്ടിടവരണം. പേരിനും പ്രശംസയ്ക്കും പെരുമയും നമ്മളിൽ നിലനിർത്തുവാനായിട്ടുള്ളതല്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ പെരുമ അത് നിലനിർത്തുവാനായിട്ടല്ല, പിന്നെയോ ദൈവനാമം മഹിമയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. ഞാൻ പണ്ട് ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഒരാളെന്നോട് പറഞ്ഞു, ഈ പുൾപിറ്റിലെ വേദപുസ്തകം അച്ഛൻ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേദപുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഡൊണേറ്റഡ് ബൈ ഇന്നാരെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് കുഴപ്പമില്ലല്ലോ, ഡൊണേറ്റഡ് ബൈ ഇന്നാർ. അച്ഛാ, എന്നാൽ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. മകൻ ഗൾഫിൽ പോയി 1 ലക്ഷം രൂപ ശമ്പളം കയറി 10,000 രൂപ പള്ളിക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം ഈ 10,000 രൂപ കൊടുക്കാൻ വയ്യാത്തതിന് ഏതാണ്ട് 300 രൂപ കൊടുത്തൊരു വലിയ ബൈബിൾ, അന്നത്തെ കാലത്ത് പുൾപിറ്റ് ബൈബിൾ വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ പേരും എഴുതി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ഇച്ചിരി പശ എടുത്തിട്ടുണ്ടോ, ഞാൻ അത് മുട്ടിച്ചേരാം, അദ്ദേഹം എന്തെങ്കിലും തർക്കം പറയാതെ ഈ ബൈബിൾ അദ്ദേഹത്തിന് തന്നെ കൊടുത്തുവിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ദേവാലയത്തിന് നൽകുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ടുള്ള സമർപ്പണമായിട്ട് നമുക്ക് സ്വീകരിപ്പാൻ ഇടവരണം. 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, ഒരുക്കത്തോടെ ദാനാർപ്പണം ചെയ്യണം. 2, സന്തോഷത്തോടെ കൊടുക്കണം. 3 ദൈവത്തിന് മഹത്വം കരയേറ്റണം. ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന അനുഭവമായി തീരണം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കുന്ന ആൾ ഒരു 10 വാചകത്തിൽ പ്രാർത്ഥന നടത്തണം. പ്രസംഗത്തിന് ആധാരമായിട്ടുള്ള പ്രാർത്ഥന മാത്രമേ ചെയ്യാവൂ. മറ്റു കാര്യങ്ങളൊന്നും പറയരുത്. വായി തോന്നി എല്ലാം കൂടി വിളിച്ചു പോകരുത്. ഓക്കെ.